ഷിഫാത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെടും. എനിക്ക് താടിയില്ല, ഞാൻ മന്ത്രിയാണോ എന്ന് നോക്കണ്ട. ഞാൻ ഇൽമുൽ യഖീനല്ല, ഐനുൽ യഖീനാണ്. ഇത് 20 കൊല്ലമായി ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ഓരോരു പറഞ്ഞ സംഗതി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സാദാത്യങ്ങളെ ഫضل കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമായി വെളിച്ചം കൊടുത്തിട്ടുണ്ട്. 40 കോടിയുടെ പള്ളി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് വൈദ്യവേദന, 105 കോടിയുടെ ചാനൽ ഉണ്ടാക്കിയുള്ള ദർശന, അത് നിങ്ങൾക്ക് വളരെ ഭംഗിയുള്ളത. ഡാൻസ് കളിക്കുന്ന കാണാൻ നിങ്ങൾക്ക് സന്തോഷം, ലജ്ജം വേണം. അതുകൊണ്ട് ഇനി ഉസ്താദ് നമുക്ക് അനുവദിക്കുന്നില്ല. ഇവരെല്ലാ ആളുകളും നമ്മൾ വായി വെട്ടിയിരിക്കാൻ ഒന്നും പറയാൻ പാടില്ല. പക്ഷെ ഞാൻ ഉൾമയിൽ പെട്ടതല്ല, ഉംറാക്കളിൽ പെട്ടവനാണ്. അതുകൊണ്ട് എനിക്ക് ഞാൻ പറയുന്ന അധികാരം എനിക്കുണ്ട്. പറയുന്ന സ്ഥലത്ത് പറയൂ, പറയുന്നത് ഉള്ളത് പറയൂ. എന്ത് ശക്തി വന്നാലും തടസ്സം നിൽക്കാൻ സാധ്യതയില്ല. ഞാൻ വരുമ്പോഴേ എന്നോട് ചില ആൾക്കാർ ഫോൺ ചെയ്ത് പറഞ്ഞു, ഇല്ല നിങ്ങൾ ഒന്നും പറഞ്ഞൂടല്ലേ. ഞാൻ നിങ്ങൾ തോന്നിയാസം പറഞ്ഞു. ഞാൻ അന്ന് സൈദിയയിൽ എന്നെ ഉസ്താദിന് മുമ്പ് പറഞ്ഞു ഇന്നാ നുരീലക്കും, കുറ്റ്യാടിയിൽ വന്ന് പറഞ്ഞു ഇന്നാ നുഹ്റിലക്കും. ഇന്ന് പറയുന്നു താരത്തൻ നുഹ്റ, ഇങ്ങനെ ഹവറെന്ന് പോയിട്ട് 3 മണി പണി. ഇന്ന് അവസാനം നിങ്ങൾക്ക് ഹസരത്ത് താരത്തൻ നുഹ്റ എന്നൊക്കെ മണ്ണിട്ട് ഇനി ഈ മണ്ണിന്റെ മുകളിൽ തല പൊന്നണെങ്കിൽ തോപ ചെയ്യുക, താങ്കളുടെ വരിക. പഠിപ്പ് ഇൽമില്ലാത്തവരാണ് നിങ്ങൾ. ആ ഇൽമ പഠിപ്പിക്കാൻ കറാമത്ത് എന്താണ്, ഇശ്ക് എന്താണ്, ഇത് എംഎൽഎന്റെ മന്ത്രിന്റെ പിന്നിൽ പോയാൽ കിട്ടൂലോ, സാധാരണ പിന്നിൽ പോയാലേ കിട്ടൂ. അങ്ങനത്തെ ഒരു ശക്തിയുള്ള സുന്നത്ത് ജമാഅത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്ത് എഴുതി കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദെ ഇന്ന് 5 കോടി പറഞ്ഞിട്ടുണ്ട്. ഇനിയും തേങ്ങിട്ടെങ്കിൽ കൊടുക്കാനുള്ളത് നിങ്ങൾ ദുആയിരിക്കും. ഞാനൊരു പോസ്റ്റ്മാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. ദുആയിരുന്നാൽ അത് അങ്ങനെ തന്നാലേ വരൂ. അതാണ് ഒരു ഷേഖിന്റെ കരാമത്ത്. അതാണ് എന്റെ ഷേഖ് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തത്. 5 എണ്ണം പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹസ്രത്ത് ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു തആല അൻഹു, ഹസ്രത്ത് അലി കറമല്ലാഹു വജ്ഹു, ഹസ്രത്ത് ഇമാം ഹുസൈൻ പഞ്ചത്തിന് 5 ലക്ഷണമാണ്. ഇതാണ് താജുൽ ബുർദന്റെ 5 കോടി ഫസ്റ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇത്ര ദിവസം ആ പണി നടന്നിട്ടില്ല. കാരണം ഇവിടെ സ്ഥിരാസ്ഥാപനത്തിന്റെ പണി തുടങ്ങണം. എന്റെ വാതിൽ അങ്ങനെ തുറക്കാൻ തുടങ്ങി. തെറാബോധം കൂടി വന്നിട്ട് പറയുന്നുണ്ട് CM ഇബ്രാഹിം സാഹിബ്, നമ്മളത് എടുക്കാൻ തയ്യാറുണ്ട്. എനിക്ക് കിട്ടും ഇൻഷാ അല്ലാഹുൽ അസീസ്. ഇനിയും കേരളത്തിൽ ഇവിടെ വന്ന് മാത്രമല്ല, എന്നെ മലപ്പുറത്തുമാകണം, കണ്ണൂരിലാകണം. ഉസ്താദ് നിങ്ങൾ ഇത് 6 വാക്കിനും പോകണ്ട, അവർക്ക് മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല. മറുപടി ഞങ്ങൾ കൊടുത്തോളും, ജനങ്ങൾ മറുപടി കൊടുക്കും. നിങ്ങളിത് മുന്നോട്ടേക്ക് പോയി താജുലുലമാന്റെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റി കൊടുക്കുമാറാകട്ടെ. കാന്തപുരം ഉസ്താദിന്റെ ആയത്ത് ഏറ്റി കൊടുക്കുമാറാകട്ടെ. ഇന്ന് എത്രയോ സ്ഥാപനങ്ങൾ, ഒന്ന് സിരാജ്, ഒന്ന് ബക്കറ, ഒന്ന് എന്റെ ഉസ്താദ്, ആയിരക്കണക്കിന് മലപ്പുറത്ത് ഖലീൽ തങ്ങൾ, ഇങ്ങനത്തെ ഒരു സ്ഥാപനം സ്ഥാപിച്ച് നിങ്ങൾക്ക് കാണിക്കാൻ സാധിച്ചോ? ഞങ്ങൾ പ്രസവിച്ച കുട്ടികളെ എടുത്തിട്ട് നിങ്ങൾ ബാപ്പ എന്ന് പറയുന്ന ആൾക്കാർ നിങ്ങൾ പ്രസവിച്ച് കാണിച്ചു കൊടുക്കണം. ഇതെല്ലാം കേരളത്തിൽ ചെയ്തല്ലേ, ഇവരല്ലേ, ഇവരുണ്ടാക്കിയ ശക്തിയല്ല ഇത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി കേരളത്തിൽ മാത്രമല്ല, ലോകത്തിലല്ല, ഒട്ടാകെ ലോകം മാത്രം, മലേഷ്യ, ഇന്തോനേഷ്യ, ശ്രീലങ്ക, ഏത് മന്ത്രിയാ വരാത്തതുള്ളത്? തൗഫീഖുള്ളവൻ വരും, ഇല്ലാത്തവൻ ഇല്ല. ലക്കും ദീനക്കും വലിയ ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറഞ്ഞതിനെ നടപ്പാക്കി കൊടുക്കാനുള്ള ശക്തി അല്ലാഹു തആല കൊടുക്കുമാറാകട്ടെ. ഇത് കൊടുത്തത് എന്റെ ഉപ്പ CM കുട്ടിയാലി, CM അബ്ദുല്ല, എന്റെ ഉമ്മ ബിബി സാറ, 3 ആളെ പേരിൽ ഹദിയ ചെയ്ത് ഈ 5 കോടി രൂപ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒരു മാസത്തിന്റെ ഉള്ളിൽ 1 കോടി രൂപ മർക്കസിലേക്ക് എത്തിക്കും ഇൻഷാ അല്ലാഹ്. മടവൂർ ഷേഖിന്റെ ജയ് എന്ന് പറഞ്ഞങ്ങ് നടക്കാം. ഈ പള്ളി പത്രക്കാരൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ പള്ളി എപ്പോ പൂർത്തിയാവും? ഇൻഷാ അല്ലാഹ് ആന്നത്ര വേഗം. കാരണം ഉസ്താദ് കല്ല് വിടുന്നില്ല. ഉസ്താദ് എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് പ്രൈം മിനിസ്റ്റർ ആകാനുള്ള അർഹത കൂടി ഉസ്താദിന് അല്ലാഹു തആല ആയസ് ഏറ്റുകൊടുക്കുമാറാകട്ടെ. ഇത്ര പറഞ്ഞുകൊണ്ട് നിങ്ങളും മുതാലിങ്ങളും ഒഴിവാക്കണം. ഇനി പേടിക്കേണ്ട ആവശ്യമില്ല. അൽഹംദുലില്ലാഹ് ധൈര്യമായി നടന്നോളി. മഹാന്മാരെ കാവലുണ്ട്, ഔലിയാക്കളെ രക്ഷയുണ്ട്. കാണുകയും ജന
ജനക്കൂട്ടം. ഈ ജനക്കൂട്ടം കാണുന്നില്ലേ? ഇവിടെ MLA സീറ്റ് ഉണ്ടോ? അല്ല ഇവിടെ പൈസ കൊടുത്തിനോ? ലക്ഷക്കണക്കിന് ജനങ്ങൾ രാവിലെ 5 മണി മുതൽ രാത്രി 9 മണി വരെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഔലിയാക്കളെ സാദാത്തുകളെ കറാമത്ത്, താജുലുലമായി സാദാത്തുകളെ ബർക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി കൊടുക്കുവാനാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹദ്റത്ത് we are grateful to you inshallah and their Muslims will be lover of you. Today we have met inshallah in the Kandavale ഖയാമത്തുൽ മശ്റഖുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുനമത്ത് കാണാനുള്ള സൗഭാഗ്യം അല്ലാഹു തആല കൊടുക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചരിത്രപ്രസിദ്ധമായ മസ്ജിദിന്റെ മിമ്പറിന് ദുബൈയിലെ വ്യാപാരി പ്രവാസി അബ്ദുൽ നാസർ നാദാപുരം അഡ്വാൻസ് തുക ഏൽപ്പിക്കുന്നു. അല്ലാഹു അത് കബൂൽ ചെയ്യട്ടെ, അതിലൊക്കെ തൗഫീഖ് നൽകട്ടെ. മുഹമ്മദ് ഷാജി മോൻ ആൻഡ് നിസാമുദ്ദീൻ സയ്യിദ് തങ്ങൾ മലപ്പുറം രണ്ടുപേരും കൂടി പള്ളിയുടെ മുൻഭാഗത്ത് ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട കട്ടലുകളിൽ ഒന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. തുർക്കിയിൽ നിന്ന് വന്ന പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് ഇവിടെ വലിയ ഒരു ഹദിയ നൽകി. ആ ഹദിയ ഒരുപാട് പുസ്തകങ്ങളാണ്. ആ പുസ്തകത്തിലെ അൽ ലുമാഅത്ത് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 3ാം വാള്യമാണ് ഇത്. ഞാനിത് പറയുന്നതിന്റെ മുമ്പായി ഒരു മുഖമുഖം കൂടി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് മർക്കസു സഖാഫത്തി സുന്നിയയിൽ രാവിലെ 10 മണി മുതൽ 2:30 മണി വരെ ഒരു അന്താരാഷ്ട്ര സെമിനാർ നടന്നിരുന്നു. അതിന് പങ്കെടുക്കാൻ വേണ്ടി USA, കാനഡ, UK അതുപോലെ തന്നെ വിവിധ യൂറോപ്യൻ, ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള വലിയ പണ്ഡിതന്മാര് പങ്കെടുത്തിരുന്നു. അൽഹംദുലില്ലാഹ് അത് ഭംഗിയായി വിജയിച്ചു. ഇന്ന് നമ്മുടെ മർക്കസിൽ ഈ പരിപാടി നടക്കുന്നതിന്റെ മുമ്പ് ഇന്നലെ മലപ്പുറം ജില്ലയിലെ മറ്റൊരു സ്ഥാപനത്തിലും അതേ പണ്ഡിതന്മാര് വന്ന് ഈ സെമിനാർ നടത്തിയിരുന്നു. ഞാനിവിടെ പറയാൻ പോകുന്നത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് കിട്ടിയ നിർദ്ദേശത്തെ പറ്റി, അതിന്റെ സനദിനെ പറ്റി ഒന്നും മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്കൊക്കെ വല്ലാത്ത വേദന തോന്നും. എന്നാൽ അത് മനസ്സിലാക്കാത്തത് പോകട്ടെ, ഈ കിതാബ് ഇതിനെ സംബന്ധിച്ച് സെമിനാർ ഒരു ദിവസം നടത്തിയവരാണ് അവർ. ഈ സെമിനാറിൽ അവരിൽ ഇന്നലെ ചമ്മാട്ട് വെച്ച് നടത്തിയ സെമിനാറിൽ സഈദുസ്സമാൻ നൂറസിയെ സംബന്ധിച്ചാണ് പഠനം നടന്നത്. ആ സഈദുസ്സമാൻ സഈദ് നൂറസി എഴുതിയ അൽ ലുമാഅത്ത് എന്ന പുസ്തകത്തിന്റെ 3ാം വാള്യത്തിന്റെ 161-ാം പേജിൽ ബദീഉസ്സമാൻ സഈദ് നൂറസിയോട് ഒരു ചോദ്യം. എന്താണ് ചോദ്യം എന്നല്ലേ? വറദനി ഇലാ ഖാതിരി വറദനി അയ്മൻ ترى هل الشعر الموجود في كل جامع بسند صحيح هو ثابت أيضا أنه من شعره صلى الله عليه وسلم حتى تكون زيارتنا له معقولة. ഒരു ഷഅറേ മുബാറക് ഉണ്ട് എന്ന് പറഞ്ഞ് അവിടെ സിയാറത്ത് വെച്ച് ലക്ഷക്കണക്കിന് ആളുകളെ വരുത്തുന്നതിന് വല്ല അടിസ്ഥാനവുമുണ്ടോ? സനദുണ്ട് എന്ന് തിരിയാത്ത മുടിയാണെങ്കിൽ അതിന് വേണ്ടി ഇതുപോലത്തെ പരിപാടി സംഘടിപ്പിക്കാൻ പറ്റുമോ എന്ന ഒരു ചോദ്യം ബഹുമാനപ്പെട്ടവരുടെ മുന്നിൽ വന്നു. ബദീഉസ്സമാൻ സഈദ് നൂറസി അതിന് പറയുന്ന മറുപടി നോക്കൂ നിങ്ങൾ. ഇന്ന സിയാറത്ത തിൽക ശഅറാത്തി ഇന്നമാ ഹിയ വസീലത്തുൻ وهي سبب لقراءة الصلوات على الرسول الكريم صلى الله عليه وسلم وهي مدار محبته وتوقيره. ഈ സിയാറത്ത് കേവലം ഒരു വസീലയാണ് എന്നും സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാനുള്ള വസീലയാണ് എന്നും ആ സ്വലാത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് മഹബത്ത് കൂടാനുള്ളതാണ് എന്നും അതുകൊണ്ട് തന്നെ ഈമാനുള്ള മുഅ്മിനെ ഫലാ തൻദുർ ഇലാ ദാത്തിൽ വസീല, ആ വസീലയുടെ ദാത്തിനെ പറ്റി നീ നോക്കുക തന്നെ വേണ്ട. വഇന്നമാ ഇലാ ജിഹത്തി ഖൗലിഹാ വസീല, അതൊരു വസീലയാണ് എന്ന് മാത്രം നോക്കിയാൽ മതി. അതിന്റെ സനദ് മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും നീ ആ ഭാഗമല്ല നോക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ഐക്യം തകർക്കാൻ വേണ്ടി സനദ് ചോദിക്കുന്നവരെ സംബന്ധിച്ച് വളരെ ശക്തമായ ഭാഷയിൽ
പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ പുസ്തകത്തിൽ ഖദീറുസ്സമാൻ സഈദ് അൻ-നൂറസി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഞാൻ ആലോചിക്കുകയാണ്, ആ കഷ്ടം ബഹുമാനപ്പെട്ട ഉസ്താദിന് ഖദ്റജ് നൽകിയ സനദ് വായിച്ചു നോക്കാൻ പോലും സനദും നിന്നിയന എന്ന് പറഞ്ഞ് അത് ഒലമ്പിപ്പോയ ആളുകൾക്ക് അവർ നടത്തിയ സെമിനാറിലെ ഒരു പുസ്തകം പോലും വായിച്ചു മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നത് വളരെ വലിയ അത്ഭുതമാണ്. അവർക്കത് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു വസ്തുത ശബ്ദം ചുരുക്കിക്കൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. മർക്കസിൽ വന്ന ഈ അതിഥികളെ മർക്കസിൽ വരാതെ തടയാൻ വേണ്ടി അവർ ഇവിടെ മുടി പൂജ നടക്കുകയാണെന്നും സനദില്ലാത്ത മുടിയാണെന്നും പറഞ്ഞ് അവർക്ക് കൊടുത്തിരുന്നു. അവർ ഈ പുസ്തകത്തിന്റെ 161-ാം പേജ് എനിക്ക് കാണിച്ചു തന്നുകൊണ്ട് ഇത് നിങ്ങളൊന്ന് പറയണം എന്ന് പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്നലെ അവിടെ നടത്തി, ഇന്ന് മർക്കസിൽ നടത്തി, സുഗത്യമായ ഒരു വലിയ ഫളലാണ്, വലിയ സ്ഥാനമാണ്. هذه الدنيا سراب للنفوس الظامئات كلما لاح بقرب. വിമർശനങ്ങളുടെ അസംഖ്യവർഷത്തിലും പതറാതെ അജയ്യമായ അഹ്ലുസുന്നയുടെ തുടിപ്പുകൾ പ്രകടമാക്കി ഖമറുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മദ്ഹുർ റസൂൽ പ്രഭാഷണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യി يا أيها الذين آمنوا صلوا عليه وسلموا تسليما إن الذين يؤذون الله ورسوله أولئك يلعنهم الله. صدق الله العظيم. والصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيرتي يا ضيفي. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد. أصحاب الفضيلة أصحاب السعادة والصنعاء أيها الحفل الكريم، وأنا ألقي بين الحاضرين بكلمات في اللغة المليبانية حتى يفهموا هذه الكلام إن شاء الله، ولا أطيل الكلام، ولكن للضيوف إجازة إذا تريدون الذهاب لكم الإجازة إن شاء الله. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയം വളരെ കുറച്ചേ ആയിട്ടുള്ളൂ. എങ്കിലും ആളുകൾ വെള്ളം പോലും കുടിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് വയറ് നിറയെ ഇൽമ് ഇവിടെ ലഭിച്ചതുകൊണ്ട് ഞാൻ ഇനി കൂടുതൽ സംസാരിക്കും. ഹബീബായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു തീർക്കാൻ പോയിട്ട് അവിടുത്തെ ഒരു ചെറിയ ഭാഗം പോലും പറയാൻ നമുക്ക് കഴിവില്ല. നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ 124,000 പരം വരുന്ന അംബിയ മുർസലുകളിൽ പ്രധാനികളിൽപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അവിടത്തെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നു, വകദാലിക നുരീ ഇബ്രാഹിമ മലകൂത അസ്സമാവാതി വൽ അർദി വലിയകൂന മിനൽ മുഖ്മിനീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്
ആകാശഭൂമികളിൽ മറഞ്ഞു കിടക്കുന്ന വൈബിയായ അദൃശ്യമായ സംഭവങ്ങൾ നാം കണ്ണുകൊണ്ട് കാണിച്ചു. അങ്ങനെ ഇവിടുത്തെ ഭൂഗർഭ ശാസ്ത്രജ്ഞന്മാർ പോലും കാണാത്ത അദൃശ്യമായ അഗോചരമായ അറിവ് ലഭിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വഅല്ലമ ആദമ അൽ-അസ്മാഅ കുല്ലഹ. ഈ ലോകത്ത് വരാനിരിക്കുന്ന മുഴുവൻ വസ്തുക്കളുടെയും പേരുകൾ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തു. എല്ലാ ഭാഷകളിലും പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ ആത്മത്തെ സംബന്ധിച്ച് ചിന്തിക്കാനും തൗഹീദ് ശക്തിപ്പെടുത്താനും. അങ്ങനെ തുടങ്ങിയ അമ്പിയാക്കന്മാർക്ക് വലിയ വലിയ ഇൽമ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. പക്ഷേ അവരുടെ ഇൽമ് എല്ലാം കൂടി നോക്കിയാൽ فاق النبيين في خلق وفي خلق ولم يدانوه في علم ولا كرم. ഇൽമിന്റെ വിഷയത്തിൽ 124,000 പരം വരുന്ന അമ്പിയാ മുർസലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അടുക്കുക പോലും ചെയ്തിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ആരാണ് ഇവിടെ അറിവ് സമ്മാനിച്ച് പൂർത്തിയാക്കിയവർ? ഇന്ന് ശാസ്ത്രം വളരെ പുരോഗമിച്ചു എന്ന് എല്ലാവരും പറയാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പല്ലേ ഏറ്റവും വലിയ ഒരു ഗ്രഹം കണ്ടുപിടിക്കപ്പെട്ടത്? ഭൂമിയേക്കാൾ വലിപ്പമുള്ള ഘനമുള്ള ഒരു പുതിയ ഗ്രഹം കണ്ടുപിടിക്കപ്പെട്ടു അടുത്ത ദിവസം. അതിനു മുമ്പ് കുറെ അധികം ഐലൻഡുകൾ, ദ്വീപുകൾ കണ്ടുപിടിക്കപ്പെട്ടു. 2 വർഷം മുമ്പ് ഭൂമിയേക്കാൾ 5 ഇരട്ടി വലിപ്പമുള്ള ഘനമുള്ള മറ്റൊരു ഗ്രഹം കണ്ടുപിടിക്കപ്പെട്ടു. ഇങ്ങനെ ആധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഇപ്പോഴും വരുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വതറാ അജായിബ ആലമിൽ മലകൂതി وصرائر الناسوت والجبروت عينا مدرس مسجد اللاهوت كم من لدني حواه علوما صلوا عليه وسلموا تسليما. عمر القاضي البلنجوتي رضي الله عنه അദ്ദേഹത്തിന്റെ ഖസീദയിൽ പറഞ്ഞതാണ്, وترى عجائب علم الملكوت. ഓ ഹബീബായ മുഹമ്മദ് നബിയെ, അവിടുത്തെ അലമുൽ മലക്കൂത്ത് അദൃശ്യലോകത്തിന്റെ മുഴുവൻ അലമുകളും കണ്ടുപോയി. സറായിറുൻ നാസൂത്തി വൽ ജബറൂത്തി, വിജനസ്ഥലവും ജനങ്ങൾ താമസിക്കുന്ന സ്ഥലവും അതുപോലെ നാസൂത്തിന്റെയും ജബറൂത്തിന്റെയും എല്ലാ രഹസ്യങ്ങളും അവർക്ക് കണ്ടുപോയി. അവിടുത്തെ കണ്ണുകൊണ്ട് കണ്ടു. ലാഹോറിലെ മസ്ജിദ് മുദർരിസായി മസ്ജിദിൽ ദർസ് നടത്തി മലായികത്തുക്ക്. അങ്ങനെ കമ്മിൽ ലദന്നിയും ഹവാഹു ഉലൂമ, എത്ര ഇൽമുകൾ, എത്ര ലദൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല കൊടുത്തു. അതുകൊണ്ട് തന്നെ ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഅലമുകും ബില്ലാഹി വഅഖ്ശാകും വഅത്ഖാകും അനാ. അല്ലാഹുവിനെ ഏറ്റവും അറിയുന്ന ആൾ ഞാനാണ്,
അള്ളാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്ന ആൾ ഞാനാണ്. അള്ളാഹുവിനെ ഏറ്റവും അധികം തഖ്വ ചെയ്യുന്ന ആളാണ്. പരിശുദ്ധ ഖുർആൻ അത് നമ്മളെ പഠിപ്പിച്ചു. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും ഐ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അക്രമുൻ നാസ് അക്രമുൽ ഖൽഖ് ഇൻദല്ലാഹി അത്ഖൽ ഖൽഖി അത്ഖൽ നാസി സയ്യിദുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അന അലമുക്കും ബില്ലാഹി വഅഖ്ശാക്കും വഅത്ഖാക്കും. അങ്ങനെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇൽമ്, അതുപോലെ അവിടുത്തെ അഖ്ല്, അവിടുത്തെ ഫഹ്മ്, അവിടുത്തെ ജമാല്, അവിടുത്തെ സഹാവത്ത്, അവിടുത്തെ ജൂദ്, അവിടുത്തെ സദഖ ധർമ്മം എല്ലാം അലാ വജ്ഹിൽ കമാൽ, പരിപൂർണമായ നിലയിൽ. وأحسن منك لم تر قط عين وأجمل منك لم تلد النساء خلقت مبرأ من كل عيب كأنك قد خلقت كما تشاء وأحسن مثلك وأحسن منك أي مثلك لم أرى لم تر قط عين. അല്ലാഹുവിന്റെ ഹബീബിനെ പോലെ ഒരാൾക്കും ഒരാളെയും കാണാൻ സാധ്യമല്ല. അങ്ങനെപ്പോലെ ഭംഗിയുള്ള ഒരു മനുഷ്യനെ ഒരു ഉമ്മ പ്രസവിച്ചിട്ടില്ല. സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ഏറ്റവും വലിയ ഭംഗിയുള്ള ആളാണ്. പക്ഷേ وصحبه زليقا لو رأينا جبينه لأثرن تقطيع القلوب على الأيدي. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഭംഗി കണ്ടപ്പോൾ കൈമുറിച്ചു പോയ ഖത്തഅന ഐദിയഹുന്ന എന്ന് ഖുർആൻ പഠിപ്പിച്ച കൈമുറിച്ചു പോയ സഹോദരിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് നോക്കുകയായിരുന്നുവെങ്കിൽ ലഅസർന തഖ്തീഅൽ ഖുലൂബി അലൽ ഐദി. കൈമുറിക്കുന്നതിനേക്കാൾ അവരുടെ ഹൃദയങ്ങളെ മുറിക്കാൻ അവർ തെരഞ്ഞെടുക്കുമായിരുന്നു. അത്രയും വലിയ അജ്മലുൽ ഖൽഖ് അഫ്ദലുൽ ഖൽഖ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി صلى الله عليه وسلم البحر العميق الواسع كيف نخوض ونغوص في هذا البحر. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ കടൽ ആണ്, ഏറ്റവും വലിയ സമുദ്രമാണ്. ആ സമുദ്രത്തിന്റെ ഒരരികിൽ പോലും നമുക്കെത്താൻ ആവുകയില്ല. വകുല്ലുഹും من رسول الله ملتمس غرفا من البحر أو رشفا من اليمين. ഒരു ചെറിയ മുട്ടസൂചിയുടെ കടലിൽ നിന്നും തെറിപ്പിച്ചെടുത്ത വെള്ളം പോലെയാണ് മുഴുവൻ അമ്പിയാക്കൾക്കും കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ള അറിവ് മഹത്വം. ആ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരം, ശറഫാക്കപ്പെട്ട മുഖം, ശറഫാക്കപ്പെട്ട മുടി, ശറഫാക്കപ്പെട്ട കൈ, ശറഫാക്കപ്പെട്ട കാല്, ശറഫാക്കപ്പെട്ട വിയർപ്പ്, അങ്ങനെ ഓരോന്നും ശറഫാക്കപ്പെട്ടതാണ്. يقول الإمام الفخر الرازي رحمه الله هل من أحد فسر الضحى بوجه النبي صلى الله عليه وسلم وفسر الليل بشعره صلى الله عليه وسلم؟ يقول الإمام الفخر الرازي نعم فسر كثير من المفسرين. والضحى പ്രശോഭിതമായ മുഖം അല്ലാഹു സത്യം ചെയ്യുന്നു. അതുപോലെ വല്ലൈലി ഇദാ സജാ അവിടുത്തെ ഏറ്റവും കറുപ്പുള്ള ഭംഗിയുള്ള മുടി അതുകൊണ്ടും അല്ലാഹു സത്യം ചെയ്തു.
പരിശുദ്ധ ഖുർആനിൽ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു. മാത്രമല്ല ലം യുഖ്സിമില്ലാഹു ബിഅഹദിൻ മിനൽ അംബിയാഇ ഇല്ലാ ബിൽ ഹബീബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖാൽ ലഅമ്രുക ഇന്നഹും ലഫീ സക്റതിഹിം യഅമഹൂൻ. ലഅമ്രുക ഉഖ്സിമു ബിബദനിക വഹയാതിക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരം കൊണ്ട് അവിടുത്തെ ഹയാത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തു പറയുകയാണ്. മറ്റൊരു നബിയെ കൊണ്ടും അല്ലാഹു സത്യം ചെയ്തിട്ടില്ല. അങ്ങനെ നാം നോക്കിയാൽ ധാരാളം അവിടുത്തെ മദ്ഹുകൾ പറയാറുണ്ട്. ആ മദ്ഹുകൾ പറഞ്ഞാൽ മാത്രം പോരാ, അത് നാം മനസ്സിലാക്കണം, അത് വിശ്വസിക്കണം, അവിടത്തോടുള്ള ഇത്തിബാഉം വേണം. ചില ആളുകൾ പറയും ഇത്തിബാഉ ഉണ്ടായാൽ മതി, നിബിധകളോടുള്ള പ്രേമം എന്ന് പറഞ്ഞാൽ അവിടുത്തെ വാക്കുകൾ അനുസരിക്കലാണ്. ഒരിക്കലും അല്ല. അനുസരിക്കൽ മാത്രം ഉണ്ടായാൽ അത് റബ്ബ് ആവുകയില്ല. ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. أولا الإيمان بالنبي صلى الله عليه وسلم وما مدار النبي تقول بشجكك وعزروه. ثانيا تعليم النبي صلى الله عليه وسلم نبي تقول بهمانك. ثالثا ونصروه نصرة النبي صلى الله عليه وسلم. رابعا الاتباع واتبعوا النور الذي أنزل معه. അപ്പോൾ ഇത്തിബാഉ വേണം, പക്ഷേ ലാ യക്ഫി ഇത്തിബാഉ ഫഖത്ത്. ഇത്തിബാഉ മാത്രം പോരാ, മഹബ്ബത്ത് വേണം, തഅലീം വേണം. ആ തഅലീം വളരെ അധികം വേണം. ഞാൻ ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല. അവിടുത്തെ അസാർ മുബാറക്കയെ സംബന്ധിച്ച്, അവിടുത്തെ ഷഹർ മുബാറക്കയെ സംബന്ധിച്ച് ഞങ്ങൾ കൂടുതൽ പറയുന്നില്ല. എല്ലാ ആലിമീങ്ങളും സംസാരിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. ഇവിടെ മസ്ജിദുൽ ആഹാർ, മസ്ജിദുൽ ആഹാർ നബവിയ്യ ശരീഫ, മസ്ജിദുൽ ആഹാർ ഈ പള്ളി ഇൻഷാ അല്ലാഹ് അടുത്ത് തുടങ്ങി ഉയരാൻ പോവുകയാണ്. യാതൊരു സംശയവും അറിയില്ല. ഇവിടെ ഞങ്ങൾക്കും മറ്റുള്ളവർക്കുമെല്ലാം ഇന്ത്യയുടെ നിയമം ഒന്നാണ്, കേരളത്തിന്റെ നിയമം ഒന്നാണ്. കോർപ്പറേഷനും പഞ്ചായത്തും ഉള്ള നിയമം ഞങ്ങൾക്കും മറ്റുള്ളവർക്കും ഒന്ന് തന്നെ. ആ നിയമം മുഴുവനും പാലിച്ചുകൊണ്ട് ഞങ്ങളൊരു പള്ളിക്ക് പ്രായം കൊടുക്കാൻ അനുവദിക്കാതിരിക്കാൻ ഇവിടെ ഒരൊറ്റ കുട്ടിക്കും സാധിക്കുകയില്ല. ഞങ്ങൾ അൽഹംദുലില്ലാഹ് എന്ന് നിനക്ക് ഞാൻ പറയുന്നു. 2000-ഓളം പള്ളി ഞങ്ങൾ എടുപ്പിച്ച് ഞങ്ങൾക്ക് പരിചയമുണ്ട്. ഈ കോഴിക്കോട് സിറ്റിയിൽ തന്നെ 30 പള്ളിയുണ്ട്. നിങ്ങളറിയോ? നാളെ ഒരാൾ പറയാം ആ 2000 പള്ളി എവിടെ തെളിയിക്കണോ? ഇവർക്ക് എന്താണ് പറ്റിയത്? നമ്മളാവാലോ 2000 പള്ളി എവിടെ തെളിയിക്കുന്നത്? കോഴിക്കോട് സിറ്റിയിലുള്ള 30 പള്ളി നിങ്ങളൊന്ന് നാളെ എഴുതിയൊക്കെ ഞങ്ങൾ എടുപ്പിച്ചതാണ്, മലപ്പുറത്ത് എടുപ്പിച്ചതാണ്. 30 പള്ളി കോഴിക്കോട് സിറ്റിയിൽ. മലപ്പുറം ജില്ലയിൽ എത്രയുണ്ട്? കണ്ണൂർ ജില്ലയിൽ എത്രയുണ്ട്? കാസർഗോഡ് ജില്ലയിൽ എത്രയുണ്ട്? കർണാടകത്തിൽ എത്രയുണ്ട്? വെസ്റ്റ് ബംഗാളിൽ എത്രയുണ്ട്? കാശ്മീരിൽ എത്രയുണ്ട്? അവിടെയെല്ലാം പോയി നോക്കൂ. ഞങ്ങൾക്ക് നിങ്ങളെ കണക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കണമെന്ന ബോധത്തോടുകൂടി എടുക്കുന്നു. ഇന്ത്യ ഗവൺമെന്റിന്റെ നിയമമനുസരിച്ച് ഞങ്ങൾ എല്ലാ കണക്കുകളും ഗവൺമെന്റിന് നൽകുന്നുണ്ട്. എല്ലാ കണക്കും നൽകുന്നുണ്ട്. 34-35 വർഷമായി മർക്കസിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ ഇവിടെ ഇന്ത്യ ഗവൺമെന്റിനും കേരള ഗവൺമെന്റിനും ഏത് ഗവൺമെന്റിനെല്ലാം കൊടുക്കണമോ
അവിടെ മുഴുവനും ഞങ്ങൾ കണക്കുകൾ കൊടുക്കുകയും ബോധിപ്പിക്കുകയും ചെയ്ത് വളരെ കൃത്യമായി പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ. നിങ്ങൾ അഭിമാനത്തോട് കൊടുത്താലും പറയുമോ? അങ്ങനെ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് ഈ പള്ളി എടുക്കാൻ അനുവാദം ചോദിച്ചാൽ ഇവിടുത്തെ കോർപ്പറേഷൻ തരണം, പഞ്ചായത്ത് തരണം, മുനിസിപ്പാലിറ്റി തരണം. അതിന് നിയമം നോക്കണമെന്നേ ഉള്ളൂ. ആ നിയമങ്ങൾ വേണമെന്ന് ഒപ്പിച്ചുകൊണ്ട് എല്ലാ നിബന്ധനയും പാലിച്ചുകൊണ്ട് ഞങ്ങൾ കൊടുക്കുമ്പോൾ ഇവിടെ ആർക്കും തടയാൻ കഴിയില്ല. ആ പള്ളിയോടനുബന്ധിച്ച് തന്നെ ഇൻഷാ അല്ലാഹ് അൽ ആഹാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഹാർ മാത്രമല്ല സ്വഹാബത്തിന്റെ ആഹാറുകളുണ്ട്, ഔലിയാക്കളുടെ ആഹാറുണ്ട്. ഇന്ന് തന്നെ അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ് മൗലത്തബില ഖുതുബുസ് സമാൻ അസ്സയ്യിദ് അലവിൽ മംബറമി റളിയല്ലാഹു അൻഹു മമ്പറത്തങ്ങൾ തലയിൽ കെട്ടിയിരുന്ന ഒരു തലയെക്കെട്ട് ഒരു മഹാനായ സയ്യിദ് അവിടുത്തെ കുടുംബ പരമ്പരയിൽപ്പെട്ട ആൾ ഇന്ന് ഞങ്ങൾക്ക് മർക്കസിൽ കൊണ്ടു തരികയുണ്ടായി. സൂക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ ആധാറുകൾ, വിഭാഗത്തിന്റെ ആധാറുകൾ, അതേ പ്രകാരം കഴിഞ്ഞുപോയ ആദ്യങ്ങളെ ആധാറുകൾ, അപ്രകാരം രാജാക്കന്മാരുടെയും മന്ത്രിമാരുടെയും ചരിത്രങ്ങൾ, പുരാവസ്തുക്കൾ ഇതെല്ലാം സൂക്ഷിക്കുന്ന ഒരു ഹെറിറ്റേജ് ഇസ്ലാമിക് മ്യൂസിയം ഈ പള്ളിയോടനുബന്ധിച്ച് ഉണ്ടാകും. الغرفة الشريفة، الغرفة للآثار الشريفة إن شاء الله يكون متصل مع المسجد. كان والده دكتور أحمد الشيخ محمد الخزرجي رئيس التراث الإسلامي في أبو ظبي، ثم كان رئيسه بعد وفاته. ഇസ്ലാമികമായ പഴയ പുരാതന വസ്തുക്കൾ ശൈഖുദാനിന്റെ കൽപ്പന പ്രകാരം ശേഖരിക്കുകയും അത് സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു വകുപ്പുണ്ട് ഗവൺമെന്റിൽ. ആ വകുപ്പിന്റെ കൂടി തലവനായിരുന്നു മഹാനവരുടെ പിതാവ്. പിതാവ് മരണപ്പെട്ടതിന് ശേഷം മകൻ ഈസായി. അങ്ങനെ പുരാവസ്തു സൂക്ഷിക്കുക, അത് ജനങ്ങൾക്ക് ഈമാനും തഖ്വയും ഇബാദത്തും ഉണ്ടാകുന്ന വിധത്തിൽ ഉള്ള ആ സൂക്ഷിപ്പ് നമുക്ക് ആവശ്യമാണ്. ആ സൂക്ഷിപ്പാണ് നമ്മുടെ പള്ളിയോടനുബന്ധിച്ച് ഉണ്ടാകുക. അതുപോലെ അവിടെ ഖുർആൻ സ്റ്റഡി സെന്റർ, ഖുർആൻ സെന്റർ ഉണ്ടാകും, ലൈബ്രറി ഉണ്ടാകും, വലിയ ലൈബ്രറികൾ, കിതാബുകൾ. കണ്ടില്ലേ, ഇപ്പൊ തുർക്കിയിൽ വന്നവർ നമുക്ക് ഹദിയ തരുന്നത് കിതാബ് ആണ്. അതേപ്രകാരം ചാനൽ നടത്തുന്നവർ അവർ നമുക്ക് കിതാബ് സമ്മാനിക്കുന്നു. അങ്ങനെ ഒരുപാട് കിതാബുകളും ശേഖരങ്ങളും നമുക്ക് ആവശ്യമുണ്ട്. അതെല്ലാം ശേഖരിക്കുന്നതിന്, സമ്പാദിക്കുന്നതിന്, അത് ഒരുമിച്ച് കൂട്ടുന്നതിന് സ്ഥലം വേണ്ടിവരും. അതെല്ലാം കൂടി ഒരുമിച്ച് കൂടിയ ഒരു സമുച്ചയമാണ് നമ്മുടെ പള്ളി എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോഴേക്കും അവിടെ ആ പള്ളിയുടെ ചുറ്റുപാടത്ത് എന്തോ ഒരു മർക്കസ് സഖാഫത്ത് സുന്നിയുടെ നടത്തിപ്പിന് വേണ്ടി ആവശ്യമായ കെട്ടിടങ്ങളും ബിൽഡിങ്ങുകളും ഒരുപക്ഷെ ഞങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ ഞങ്ങൾ നിർമ്മിക്കും. മർക്കസിന്റെ നടത്തിപ്പിന് ഇപ്പോൾ തന്നെ ഒരു മാസം 1.5 കോടി രൂപ ആവശ്യമുണ്ട്. ഒരു മാസം 1.5 കോടി രൂപ ചെലവഴിക്കുന്ന സ്ഥാപനമാണ് മർക്കസ്. ആ മർക്കസിന് ആവശ്യമുള്ള ചെലവിന് ഇനിയും കുട്ടികൾ വർദ്ധിച്ചു വരുമ്പോൾ ആവശ്യമായ വരുമാനം കിട്ടാൻ ഞങ്ങൾ ഒരു പക്ഷേ പള്ളിയോടനുബന്ധിച്ച് ഉണ്ടാക്കിക്കൂടായികയില്ല. അതുണ്ടാക്കിയാൽ അത് ശറഅിന് തെറ്റല്ല, മനുഷ്യരെടുക്കൽ തെറ്റല്ല, ബുദ്ധിയുള്ളവരെടുക്കൽ തെറ്റല്ല, അല്ലാത്തവർക്ക് തെറ്റായിരിക്കാം. അങ്ങനെ എല്ലാം കൂടിയുള്ള ഒരു സമുച്ചയമായാൽ ഇവിടെ മുസ്ലിം സമുദായത്തിന്റെ ഇസ്സത്ത്, അതേസമയത്ത് മറ്റ് സമുദായങ്ങളോടുള്ള മതസൗഹാർദ്ദവും മതമൈത്രിയും
നിലനിർത്തിക്കൊണ്ടുള്ള സംവിധാനമാണ് ഞങ്ങളുടെ എല്ലാ സംവിധാനവും. കഴിഞ്ഞ കാലത്തെ ചരിത്രം എടുത്തു നോക്കിയാൽ കാണാം, മറ്റ് സമുദായങ്ങളോട് എന്തെങ്കിലും ഒരു തെറ്റായ നയം പ്രഖ്യാപിച്ചവരല്ല ഞങ്ങൾ മാനവികതയെ കാത്തുസൂക്ഷിക്കുന്നവരാണ്. ആ മാനവികതയെ കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയാണ് നാം ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന കേരളയാത്രയും അതിനു വേണ്ടി തന്നെയാണ്. ആ മാനവികത കാത്തു സൂക്ഷിക്കുക. മുസ്ലിം സമുദായം ഇവിടെ വർഗീയവാദികളല്ല, മുസ്ലിം സമുദായം ഇവിടെ തീവ്രവാദികളല്ല, ഭീകരവാദികളല്ല. തീവ്രവാദത്തിന് മതത്തെ വലിച്ചു കൊണ്ടുവരുന്നത് തികച്ചും ഖേദകരമാണ്. യാതൊരു നിർവാഹവും ഇല്ല. അത് മുസ്ലിംകളിലും ഹൈന്ദവരിലും ക്രൈസ്തവരിലും മറ്റെല്ലാ ജാതിയിലും 1, 2, 4, 10 ആളുകൾ അല്ലെങ്കിൽ 1% ആൾ തീവ്രവാദികളും ഭീകരന്മാരും ഉണ്ടായേക്കാം. അത് മുസ്ലിമുകളിൽ മാത്രമല്ല, എല്ലാ മതത്തിലും ഉണ്ട്. ഈ തീവ്രവാദികളുടെ പേരിൽ മുസ്ലിം സമുദായത്തെ ഒന്നടക്കം ആക്ഷേപിച്ചുകൊണ്ട് അവർ തീവ്രവാദികളാണ്, ഭീകരന്മാരാണ് എന്ന് പറയുന്നതിന് ഒരിക്കലും അംഗീകാരമില്ല. അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫളൻ വലീദൽ ഖൽബി ലൻഫളൂ മിൻ ഹൗലിക. അല്ലയോ ഹബീബായ നബിയേ, അവിടുന്ന് അല്ലാഹുവിന്റെ റഹ്മത്താണ്, അല്ലാഹുവിന്റെ റഹ്മത്താണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് അങ്ങേയറ്റത്തെ വിനയത്തിലാണ് ജനങ്ങളോട് ബന്ധപ്പെടുന്നത്. അവിടുന്ന് ഒലീബുൽ ഖൽബായ മനുഷ്യനായിരുന്നുവെങ്കിൽ, പരിമരുത്ത സ്വഭാവക്കാരനോ ഭീകരനോ തീവ്രവാദിയോ ആയിരുന്നുവെങ്കിൽ ഒരൊറ്റ കുട്ടിയെയും ഇസ്ലാമിലേക്ക് കിട്ടുമായിരുന്നില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ആ പഠനം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തു. الراحمون يرحمهم الرحمن تبارك وتعالى ارحموا من في الأرض يرحمكم من في السماء. ലോകത്തോട് പ്രവാചക പ്രഭു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പരസ്പരം ഗുണം ചെയ്യുക, പരസ്പരം സ്നേഹം കാണിക്കുക. അങ്ങനെ ചെയ്യുന്നവർ ഭൂലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും നിങ്ങൾ ഗുണം ചെയ്യുക, എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന്. ഇതാണ് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്. അതാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ അനുയായികൾ പഠിപ്പിച്ചു തന്നത്. അത് തന്നെയാണ് നാളിതുവരെ മുസ്ലിം സമുദായം തുടർന്നു വന്നത്. അതിനുവേണ്ടി എല്ലാവരും യത്നിക്കുക, പരിശ്രമിക്കുക. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد. ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇപ്പോൾ ഒരു നീണ്ട പ്രസംഗം നടത്തുന്നില്ല. ഇന്ന് മുതൽക്ക് നമുക്ക് മഹാനായ ശൈഖുന ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ കേരള യാത്രയുമായുള്ള പ്രവർത്തനത്തിൽ സജീവമായി ഇതുവരെ മുന്നേറിയതിന്റെ ബാക്കി ഭാഗങ്ങളായി നമുക്ക് പ്രവർത്തിക്കാനുണ്ട്. നേരത്തെ ഉസ്താദ് അവർകൾ സൂചിപ്പിച്ചതുപോലെ നമുക്ക് പ്രവർത്തിക്കലും പ്രാർത്ഥിക്കലും ആണ്. അതേസമയത്ത് അനാവശ്യമായ വാക്കുകളോ അനാവശ്യമായ പ്രവർത്തനങ്ങളോ തെളിവിക്കലോ പരിഹസിക്കലോ നമ്മുടെ നയം അല്ല. അതുകൊണ്ട് തന്നെ ചില ആളുകൾ ചിലപ്പോൾ അവർക്ക് തോന്നും, ഒരാളിങ്ങനെ പറഞ്ഞു, നേരത്തെ ആവശ്യമുള്ള സമയത്ത് ശഅ്ബ് മുബാറക്കുമായി ബന്ധപ്പെട്ട് വിഷയങ്ങളെല്ലാം വിശദമായി സംസാരിച്ചു.
ഇപ്പോൾ എന്തുകൊണ്ടാണ് സംസാരിക്കാത്തത്? നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ സംസാരിച്ചു തന്നെ സംസാരിക്കൽ അല്ല, മറിച്ച് നമ്മൾ നേരത്തെ തീരുമാനിച്ച വിഷയങ്ങൾ പ്രവർത്തിക്കലാണ്. ആ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിങ്ങോട്ട് പ്രവർത്തിച്ചു കാണിച്ചു കൊടുക്കലാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഹിദായത്തുൽ ഹിദായയിലും മറ്റു പല ഗ്രന്ഥങ്ങളിലും പറഞ്ഞത് കാണാം, ഉപദേശം ഒരു നിലക്കും ഫലം ചെയ്യുകയില്ല എന്ന് തോന്നുന്നവനോട് വെറുതെ തർക്കിച്ച് സമയം നഷ്ടപ്പെടുത്താൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയും അത് പഠിപ്പിച്ചിട്ടുണ്ട്. മൻ തറക്കൽ മിറാഅ ഫഹുവ മുഹിഖ്ഖുൻ. സത്യം അവനവന്റെ കൈവശത്തിൽ ഉണ്ടായിരിക്കെ തന്നെ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയേണ്ടത് പറഞ്ഞതിന് ശേഷം, ബോധ്യപ്പെടുത്തിയതിനു ശേഷം വേണ്ടാത്ത ആവശ്യമില്ലാത്ത ചർച്ചകളും തർക്കങ്ങളും വിതർക്കങ്ങളും വരുമ്പോൾ അത് കൈവയ്ക്കുന്ന മനുഷ്യൻ ധനല്ലാഹു ലഹു ബൈതൻ ഫീ അഅ്ലൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ ഉന്നതമായ സ്ഥാനത്തിൽ അല്ലാഹു തആല അവന് സ്വർഗ്ഗത്തിൽ വീട് പണിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അനാവശ്യമായ തർക്ക വിതർക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന് പകരം നമുക്ക് ഇവിടെ പരിശുദ്ധ ഇസ്ലാം അത് പൂർണ്ണമായി മാനവികതയാണ്. ഇസ്ലാം പൂർണ്ണമായി മാനവികതയാണ്. മാനവികതയെ ഉണർത്തേണ്ടതുണ്ട്. വാസ്തവത്തിൽ അവനവനിലുള്ള മാനവികത ഉണരാത്തത് കൊണ്ടാണ് അനാവശ്യമായ പരിഹാസങ്ങളും അതുപോലെ തന്നെ അനാവശ്യമായ ചർച്ചകളും വിവാദങ്ങളും വലിച്ചിടുന്നത് തന്നെ. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടത്തുന്നില്ല. എന്റെ സ്നേഹിതൻ ചുള്ളിക്കോട് സഖാഫി അവர்கள் നേരത്തെ ഇവിടെ ഒരു കിതാബ് വായിച്ചു. ആ കിതാബ് അത് വാസ്തവത്തിൽ വേറൊരു കേന്ദ്രത്തിൽ പോയി അവിടെ സെമിനാർ നടത്തിയ കക്ഷികൾ കൊണ്ടുവന്ന് തന്ന കിതാബാണെന്ന് പറഞ്ഞു. അവിടെയും അവർ കൊടുത്തിട്ടുണ്ടാവുന്നതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ചുള്ളിക്കോട് വായിച്ചതിന്റെ ബാക്കി ഭാഗം കൂടി ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കുന്നു. അത് അദ്ദേഹം തന്നെയാണ് എന്റെ കയ്യിൽ തന്നത്. എന്റെ ബാക്കി ഭാഗം കൂടി ഞാൻ വായിക്കുകയാണ്. فتكون تلك الساعة وسيلة لتوقيره صلى الله عليه وسلم ومحبته وأداء الصلوات عليه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രോമങ്ങൾ അതുപോലെ കേശങ്ങൾ എന്ന നിലയ്ക്ക് ആയിരക്കണക്കിന് പല സ്ഥലത്തും കാണുന്നുവല്ലോ എന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തുകൊണ്ടാണ്. വലാകിൻ വജൂദു ശഅറാത്തി ഫി ഉലൂഫിൽ അമാകിനി ഇസ്തൗഖബനി വദഫഅനി ഇല തഅമ്മുലി വതഫക്കരി ഫി ഇനിഹി എന്ന് പറഞ്ഞുകൊണ്ട് വിശദമായി സംസാരിച്ചതിന് ശേഷം ഈ ഗ്രന്ഥത്തിൽ പറയുന്ന വിഷയം നേരത്തെ അദ്ദേഹം പറഞ്ഞതിന്റെ ബാക്കിയാണ് ഞാൻ വായിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനിക്കാനും അവിടത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനും സ്വലാത്ത് ധാരാളമായി കൊണ്ടുവരാനും അത് നിമിത്തമാണ്. فلا يلزم السند القطعي لتشخيص ذات الشرع وتعيينه بل يكفي إلا يكون هناك دليل قاطع بخلافه لأن ما يتلقاه الناس وما قبلته الأمة ورضيت به يكون في حكم نوع من الحجة. എന്നാണ് അതിന്റെ ബാക്കി ഭാഗം. അവിടെ പറഞ്ഞതിൽ വ്യക്തമായ സനദിന്റെ ആവശ്യം ഇല്ല എന്നാണ് അവിടെ സെമിനാർ നടത്തിയ ആളുകൾ കൊണ്ടുവന്ന് വിതരണം ചെയ്ത ഈ കിതാബിലുള്ളത്. ഇത് തന്നെ നമ്മുടെ പണ്ഡിതന്മാരുടെ ഒരു കറാമത്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കും. അതേ ഇതേ തൊട്ട ദിവസം തന്നെ ഒരേ വരവിൽ തന്നെ ഒരേ കക്ഷികൾ തന്നെ സെമിനാർ നടത്തിയിട്ട് അവർ കൊണ്ടെത്തുന്ന കിതാബിൽ അവർ തന്നെ കാണിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇതാണ് ഞങ്ങൾ അവിടെയും ഞങ്ങൾ പോയിട്ടുണ്ട്, അവിടെയും പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഇതിനുള്ള വിഷയമാണ്.